ഹായ് ഹലോ. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്ന കുറച്ച് കട്ട് പീസും ഒക്കെ ആയിട്ടാണ്. ഇതാ നമ്മുടെ കസവിൻ്റെ കുറച്ച് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കട്ട് പീസാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടാണ് ഒരു പട്ടുപാവാടയും ഉടുപ്പും തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് സാരിയിൽ നിന്നൊക്കെ വെട്ടി മാറ്റിയ കട്ട് പീസുകളാണെന്ന് തോന്നുന്നു. അതിൽ എല്ലാം ഡിഫറെൻറ്റ് ഷെയ്ഡുള്ള ബോർഡേഴ്സൊക്കെയാണ്. അപ്പോൾ ആദ്യമേ ഞാൻ പട്ടുപാവാടയ്ക്ക് ആവശ്യമുള്ള തുണി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. 3 വയസ്സ് പ്രായത്തിനുള്ളതാണ്. അപ്പോൾ 18 ഇഞ്ചാണ് നീളം വേണ്ടത്. പ്ലസ് അതിൻ്റെ കൂടെ ഞാൻ ബെൽറ്റിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ 4 ഇഞ്ചാണ്. അതിന് മടക്കി വരുമ്പോൾ 2 ഇഞ്ച് ആവുന്ന രീതിയിൽ ബെൽറ്റിനുള്ള ഒരു പീസ് ലാസ്റ്റ് ഇതിൽ ബാലൻസ് വന്നത് ഞാൻ എടുത്തിട്ടുണ്ട്. 18 കട്ട് ചെയ്തിട്ട് ബാലൻസ് വന്നത്. ഇനി ഞാൻ ഈ ബോർഡേഴ്സ് എല്ലാം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മൾ 18 ഇഞ്ച് നീളമുള്ള നമ്മുടെ പീസ്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം 44 ഇഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പാവാടയ്ക്ക് നല്ല ഫ്ലെയർസൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ 2 പീസായിട്ടുള്ളത് കൊണ്ട് 2 പീസിനെയും ഞാൻ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 2 പീസിനെയും ജോയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ അടിവശവും ഒന്ന് മടക്കി തച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. 2 സൈഡും ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ താഴ്ഭാഗം മടക്കി തച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ കുഞ്ഞു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ഇഞ്ച് വരും ഓരോ പ്ലീറ്റ്സിന്. ഞാനങ്ങനെ കണക്ക് നോക്കിയിട്ടല്ല ചെയ്തത്. ഉള്ള മെറ്റീരിയൽ വെച്ചിട്ട് എങ്ങനെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാം എന്ന് മാത്രമേ നോക്കിയുള്ളൂ. പക്ഷേ നോക്കിയ സമയത്ത് ഏകദേശം എല്ലാത്തിനും 1 ഇഞ്ച് തന്നെ ഉണ്ടായിരുന്നു. 1-1.5 ഇഞ്ച് ഒരേപോലെയാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം നമുക്കിനി പ്ലീറ്റ്സ് ഇട്ടതിന് ശേഷം പ്ലീറ്റ്സും അതിൻ്റെ അടിയിൽ ലൈനിങ്ങിൻ്റെ ഒരു ചെറിയ പീസ് എൻ്റെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്നു. അതും കൂടി വെച്ച് ഞാൻ പാവാട സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. കട്ട് പീസൊക്കെ കിട്ടുമ്പോൾ നമുക്ക് കറക്റ്റ് അളവ് നോക്കി ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം ആകപ്പാട് ഇത്തിരിയേ കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യുക എന്നതല്ലാണ്ട് നമുക്കിങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഫ്ലെയറായിട്ട് കിട്ടണമെന്നൊന്നുമില്ല. പക്ഷേ ഇതെനിക്ക് നല്ല കറക്റ്റ് നല്ല പ്ലീറ്റ്സോട് കൂടി തന്നെ ഒരു പാവാട ചെയ്തെടുക്കാൻ പറ്റി. കണ്ടോ? ഇനി എനിക്ക് ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്ത് ബെൽറ്റും കൂടി വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിനി അടുത്ത് ടോപ്പിലേക്ക് കടക്കാൻ പോവാണ്. ബെൽറ്റ് പിന്നെ ചെയ്യാം. ടോപ്പിന് വേണ്ടി ആ കാണിച്ചതിൽ നിന്ന് ഒരു പീസ് തുണി ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരു 4.5 ഷോൾഡർ എടുക്കുന്നത്. അതുപോലെ താഴേക്കും എടുത്തു. 7 ഇഞ്ചസാണ് ആക്ച്വലി വേണ്ടത്. പക്ഷേ ഒരു 1/2 ഇഞ്ചും കൂടി ഉള്ളത് കൊണ്ട് ഞാൻ അതും കൂടി ടോട്ടലി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കൈക്കുഴിയൊക്കെ വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് വേസ്റ്റിൻ്റെ അവിടെയും 7.5 തന്നെ എടുക്കുകയാണ്. ടോട്ടലി ഇത് 7.5 തന്നെ മടക്കിയിട്ടപ്പോൾ 7.5 തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്തിനാണ് ഈ 1/2 കട്ട് ചെയ്ത് കളയുന്നത്, അതങ്ങ് ടോട്ടലായിട്ട് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലെ ഫ്രണ്ട് ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കിലൊരു ചെറിയ ഒരു വ്യത്യാസമുണ്ട്. കാരണം കെട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും പോർഷൻസ് ഞാൻ ബാക്കിലത്തേക്ക് എടുക്കുന്നില്ല. അപ്പോൾ നമുക്കിനി ബാക്കിലത്തേക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്രണ്ട് പീസിന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കണം കേട്ടോ. നമ്മുടെ കഴുത്തും കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ബാക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം 3 ഇഞ്ചസ് എടുത്തു. അത് കഴിഞ്ഞ് താഴേക്ക് ഇറക്കമായിട്ട് 2.5 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ബോക്സൊക്കെ വരച്ചു. റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതും കൊടുത്തു കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി അതിന് ശേഷമാണ് നമ്മൾ ബാക്കത്തേക്ക് ഉള്ള ബാക്കായിട്ടുള്ള പോർഷൻ എടുക്കാൻ പോകുന്നത്. ഇങ്ങനെ. അപ്പോൾ ഇത്രയും എനിക്ക് വേണ്ട. ഇതിപ്പോൾ ലൈനിങ് ആണ് കട്ട് ചെയ്ത് മാറ്റിയേക്കുന്നത്. ബാക്കിൽ ഇത്രയും വേണ്ടത് ഇങ്ങനെ മടക്കി എടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ മടക്കിയ പോർഷൻ നമുക്ക് ഒഴിവാക്കണം. എന്നിട്ട് ബാക്കിയുള്ള എക്സസ് പോർഷൻസ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ഞാനങ്ങനെ വെച്ചൊക്കെ നോക്കുകയാണ്. ഇങ്ങനെ വെച്ചാൽ കറക്റ്റായിട്ട് കിട്ടുമോ, എങ്ങനെയാണ്, എത്രത്തോളം മാക്സിമം തുണി നമുക്ക് ലോസ് ആവാതെ നോക്കാം എന്നൊക്കെ വിചാരിച്ച് പല ഫാബ്രിക്സും വെച്ച് ഞാൻ നോക്കുവാണ് എങ്ങനെ കറക്റ്റായിട്ട് എടുക്കുന്നതെന്നൊക്കെ. അങ്ങനെ ലാസ്റ്റ് ഫൈനലി ഞാൻ അതിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലൊരു പീസ് പോലും വേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയത് പോലും കെട്ടിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുവാണ്. എല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ആണ് ഈ ഡ്രസ്സ് ചെയ്തെടുത്തേക്കുന്നത്. ഇത്
ഇതേ മെറ്റീരിയൽ യൂസ് ചെയ്ത് തന്നെയാണ് ലൈനിങ്ങും ചെയ്യുന്നത്. പക്ഷേ അത് ഭയങ്കര സീ ത്രൂ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുറത്ത് പിന്നെ കൊച്ചു പിള്ളേരായതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ്ലൂമാണ്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്, നല്ല ഫ്ലോയി ആണ്, അതുപോലെ നല്ല സീ ത്രൂ ആയിരുന്നു. പിന്നെ ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത് ബോർഡേഴ്സിനെല്ലാം കൂടി വെച്ചിട്ട് ഞാൻ ഫ്രണ്ടിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് ഇതിനെ നമുക്ക് തയ്ച്ചെടുക്കണം. അതിനുശേഷം നമ്മുടെ ഫ്രണ്ടത്തെ പോർഷനും കൂടി വെച്ച് നമുക്ക് ഈ ഇതിൽ മെറ്റീരിയലിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഞാൻ ലൈനിങ്ങിനായിട്ട് ഒരു പീസും കൂടി കട്ട് ചെയ്തെടുത്തായിരുന്നല്ലോ, ആ കട്ട് ചെയ്തെടുത്ത പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ കഴുത്തും കൈക്കുഴിയുടെ അവിടെയും ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് അതിനൊന്ന് മറിച്ചെടുക്കണം. അപ്പോൾ ഈ സ്റ്റിച്ചസ് ഒന്നും വെളിയിലേക്ക് കാണത്തുമില്ല, കുത്തുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല. കുട്ടികൾക്ക് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാനും പറ്റും. ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ആ കഴുത്തിൻ്റെ ഭാഗവും കൈക്കുഴിയുടെ ഭാഗവും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതിനെ നമുക്ക് മറിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ കുഞ്ഞു 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 സ്ലിറ്റ്സ് ഇട്ട് കൊടുക്കണം. എന്നാലേ കറക്റ്റായിട്ട് നമുക്കതിനെ മറിച്ചെടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കതിനെ റിവേഴ്സ് ചെയ്ത് നമുക്കത് എടുക്കാം. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഞാനിവിടെ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നില്ല, പകരം ഞാൻ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുന്നത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കത്തേക്കുള്ള പോർഷൻ. ഇങ്ങനെ വരും. കണ്ടോ, ഞാൻ കെട്ടിന് ഇങ്ങനെ ചെറിയൊരു ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വെച്ചിട്ട് നമുക്ക് സാൻഡ്വിച്ച് പോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ അതിനെ മറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആ സെൻറ്റർ പോർഷനും അതുപോലെ തന്നെ കൈക്കുഴിയുടെ അവിടവും സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ രസകരമായ കട്ട് പീസുകൾ കൊണ്ടും പഴയ ഡ്രസ്സുകളൊക്കെ കൊണ്ട് റീസൈക്ലിങ്ങും എല്ലാം ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് വളരെ വിലമതിക്കുന്നതാണ്. അപ്പോൾ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണമേ. പ്ലീസ്, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോയുടെ ക്വാളിറ്റിയിലൊക്കെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ കാണും. പക്ഷേ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ചിട്ട്, തുടക്കമല്ലേ, കുറച്ച് അങ്ങോട്ട് പോകെ എല്ലാം ഞാൻ പഠിച്ച് കൃത്യമായിട്ട് ചെയ്തതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കുവാണ്. ഇത് ഏകദേശം എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതിയാവുള്ളൂ. അപ്പോൾ നമുക്കിനി ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് പോകാമേ. ഇത് ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. നമ്മുടെ പാവാട കുറച്ച് പ്ലെയിനാണ്. അതിലിനി എന്ത് ചെയ്യണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഒരു ഫാബ്രിക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്താലോ എന്നിങ്ങനെ ചിന്തയിലുണ്ട്. കാരണം ഇത് പക്ക ഇപ്പോൾ വൈറ്റ് മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു കുഞ്ഞ് പെയിൻറ്റിംഗ് ഒക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ്. ബാക്കൊക്കെ ഇത് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. കെട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ബോർഡേഴ്സ് എല്ലാം നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് ടോപ്പാക്കിയിട്ടുണ്ട്. ചെറിയൊരു ലൈനിങ്ങും കൊടുത്തിട്ടാണ് പാവാട ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് നല്ല കെട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.